BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വിവാദ സിനിമ ദ കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞ ഹൈക്കോടതി. വിവാദ സിനിമ ദ കേരള സ്റ്റോറി 2യുടെ റിലീസ് തടഞ്ഞ ഹൈക്കോടതി. സിനിമ മതസൌഹാർദ്ദത്തിന് ഭീഷണിയെന്നാണ് കോടതി നിരീക്ഷണം. ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ബെഞ്ചാണ് ചിത്രത്തിന്റെ റിലീസ് സ്റ്റേ ചെയ്തത്. നാളെയാണ് സിനിമ റിലീസ് ചെയ്യാനിരുന്നത്. അപ്പീൽ കേന്ദ്ര സർക്കാർ 2 ആഴ്ചയ്ക്കകം പരിഗണിക്കുമെന്നും കോടതി നിർദ്ദേശിച്ചു. കണ്ണൂർ ചിറ്റാരിപ്പറമ്പ് സ്വദേശി ശ്രീദേവ് നമ്പൂതിരിയാണ് ഹർജി നൽകിയത്. സിനിമ കേരളത്തെ കളങ്കപ്പെടുത്തുവാനുള്ളതെന്നും ക്രമസമാധാന പ്രശ്നത്തിനും കാരണമാകുന്നു എന്നുമാണ് ഹർജിക്കാരന്റെ വാദം. ഒരു പ്രദേശത്തെ ജനതയെയാകെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ദ കേരള സ്റ്റോറി 2. കേരളം വർഗീയതയുടെയും മതപരിവർത്തനത്തിന്റെയും നാടാണെന്ന പ്രചാരണം നടത്താനാണ് സിനിമയിലൂടെ ശ്രമിക്കുന്നതെന്നും ഹർജിയിൽ പറയുന്നു. കെ ശൈലജയെയും AN ഷംസീറിനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. മുൻ മന്ത്രി കെ ശൈലജയെയും സ്പീക്കർ AN ഷംസീറിനെയും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും ഒഴിവാക്കി CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ്. 2 ടീം നിബന്ധന ചൂണ്ടിക്കാട്ടിയാണ് മട്ടന്നൂരിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച ശൈലജയെയും തലശ്ശേരിയിലെ യുവമുഖവുമായ ഷംസീറിനെയും വെട്ടിയത്. MP നികേഷ് കുമാറിന്റെ പേര് ജില്ലയിൽ നിന്നുള്ള പട്ടികയിലില്ല. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ചയായത്. ധൻരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൽ ആരോപണ വിധേയനായ TI മധുസൂദനന് വരെ വീണ്ടും ടിക്കറ്റ് നൽകുവാൻ പച്ചക്കൊടി വീശിയപ്പോൾ ജനകീയ നേതാവ് കെ ശൈലജയെ ഒഴിവാക്കിയത് ശ്രദ്ധേയമായി. എന്നാൽ മറ്റ് ജില്ലകളിലെല്ലാം 2 ടീം പിന്നിട്ടവരെ വീണ്ടും മത്സരിപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വീണ ജോർജിന്റെ തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. കഴുത്തനക്കുവാൻ കഴിയാത്തതിനാൽ ഇന്ന് യാത്ര ചെയ്യാനാകില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. തിരുവനന്തപുരത്തേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം നാളെ. കഴുത്തനക്കുവാൻ കഴിയാത്തതിനാൽ ഇന്ന് യാത്ര ചെയ്യാനാവില്ല. ഇന്ന് പൂർണ്ണമായും വിശ്രമം ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നാളെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന ശേഷം ആശുപത്രി മാറുന്ന കാര്യം തീരുമാനിക്കും. നിലവിൽ മന്ത്രി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരും. മന്ത്രിയുടെ കഴുത്തിലെ വേദനയിൽ മാറ്റമില്ലെന്നും രക്തസമ്മർദ്ദം സാധാരണ നിലയിലെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. തിരുവനന്തപുരത്തേക്ക് പോകണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് പരിയാരത്ത് തുടരുവാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ജനുവരി മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും ലഭിക്കുവാനുണ്ട്. സർക്കാരിന്റെ ആശാ സംഗമം ധൂർത്ത് ആശാ വർക്കേഴ്സ്. സർക്കാരിന്റെ തിരുവനന്തപുരത്തെ ആശാ സംഗമം പരിപാടിക്കെതിരെ വിമർശനവുമായി ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. ജനുവരി മാസത്തെ വേതനം ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിട്ടും സർക്കാർ ലക്ഷങ്ങൾ മുടക്കി പരിപാടി നടത്തുന്നു എന്ന ആരോപണം. ലഭിക്കുവാനുള്ളത് ജനുവരി മാസത്തെ ഓണറേറിയവും ഇൻസെന്റീവും തുടങ്ങിയവ. സർക്കാരിന്റെ നടപടി ധൂർത്തെന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. വീണ ജോർജിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ നൽകുന്നവർക്ക് മന്തി നൽകും. കുഴിമന്തി ചലഞ്ചുമായി KSU. ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് KSU. മന്ത്രിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് മന്തി നൽകുമെന്ന് KSU പ്രചാരണം. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കണ്ണൂരിൽ വെച്ച് KSU പ്രവർത്തകർ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് കുഴിമന്തി നൽകുന്ന ചലഞ്ചാണ് KSU മട്ടന്നൂർ ബ്ലോക്ക് കമ്മിറ്റി നടത്തുന്നത്. വീണ ജോർജിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങളും മറ്റും നടക്കുമ്പോഴാണ് ചലഞ്ചുമായി KSU പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം ദൃശ്യങ്ങൾ ഹാജരാക്കുന്നവർക്ക് 1 പവൻ സ്വർണമാണ് യൂത്ത് കോൺഗ്രസ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടേതാണ് പ്രഖ്യാപനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഈടായി വാങ്ങിയ ഭൂമി മറിച്ചുവിറ്റു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഭൂമി തട്ടിപ്പ് പരാതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഭൂമി തട്ടിപ്പ് പരാതി. ഈടായി വാങ്ങിയ ഭൂമി പോറ്റി മറിച്ചുവിറ്റെന്നാണ് പരാതി. പ്രത്യേക അന്വേഷണ സംഘത്തിലെ തലവനാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. പരാതിയിന്മേൽ SIT അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയാണ് പരാതി നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി തട്ടിപ്പ് നടത്തിയത് 2020 എന്ന് പരാതിയിൽ പറയുന്നു. സ്കൂൾ ഉടമയായ സ്ത്രീ പോറ്റിയിൽ നിന്നും 25 ലക്ഷം രൂപ പലിശയ്ക്ക് കടം വാങ്ങുകയായിരുന്നു. അതിനായി ഈടായി നൽകിയത് 1 കോടി വില വരുന്ന 10 സെന്റ് ഭൂമിയാണ്. ഭൂമി എഴുതി നൽകിയത് പോറ്റിയുടെ അമ്മയുടെ പേരിലായിരുന്നുവെന്നും 5 ലക്ഷം രൂപ പലിശയായി പോറ്റിക്ക് നൽകി. എന്നാൽ ഭൂമി തിരിച്ച് ആവശ്യപ്പെട്ടപ്പോൾ സ്ഥലം മറിച്ചുവിറ്റതായി കണ്ടെത്തുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. മലയാള സിനിമാ ചരിത്രത്തിലെ മഹാസംഭവം. മഹേഷ് നാരായൺ മമ്മൂട്ടി മോഹൻലാൽ ചിത്രം പാട്രിയേറ്റ് ആഗോള റിലീസ് ഏപ്രിൽ 23. സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്.
മലയാള സിനിമാ ചരിത്രത്തിലെ മഹാസംഭവമായി റിലീസിനൊരുങ്ങുന്ന പാട്രിയേറ്റിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത്. ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായെത്തുന്ന മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരുടെ മാസ് ആക്ഷൻ ലുക്കിലുള്ള പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർക്കൊപ്പം കുഞ്ചാക്കോ ബോബനും സെക്കൻഡ് ലുക്ക് പോസ്റ്ററിന്റെ ഭാഗമാണ്. തോക്ക് ചൂണ്ടി നിൽക്കുന്ന മമ്മൂട്ടി, മോഹൻലാൽ എന്നിവർ പ്രേക്ഷകരിൽ ആവേശം നിറയ്ക്കുന്ന ഗെറ്റപ്പിലാണ് പോസ്റ്ററിൽ പ്രത്യക്ഷപ്പെടുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.